Good morning. The last portion of this chapter is discharge of surety's liability. അതായത് എങ്ങനെയാണ് ഷുവർട്ടീൻ്റെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഷുവർട്ടി മേ ബി ഡിസ്ചാർജ് ഫ്രം ലയബിലിറ്റി ബൈ എനി ഓഫ് ദി ത്രീ മോഡ്സ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, റിവോക്കേഷൻ ഓഫ് ദി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. Then second, conduct of the creditor or invalidation of the contract. അതിൽ ഫസ്റ്റത്തെ നമുക്ക് നോക്കാം. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ റിവോക്കേഷൻ. റിവോക്ക് ചെയ്യുക, അതായത് കൊടുത്ത ഗ്യാരണ്ടി എന്താക്കുന്നു, തിരിച്ചെടുക്കുന്നു. അതിനാണ് റിവോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിവോക്കേഷൻ മേ ബി ബൈ ഗിവിങ് നോട്ടീസ് ഓർ റിവോക്കേഷൻ ബൈ ഡെത്ത് ഓർ റിവോക്കേഷൻ ബൈ നൊവേഷൻ. 3 തരത്തിൽ കൊടുത്ത ഗ്യാരണ്ടി തിരിച്ചെടുക്കാം എന്നാണ് പറയുന്നത്. റിവോക്ക് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? ഒന്നുകിൽ ബൈ ഗിവിങ് നോട്ടീസ്, അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദ ഷുവർട്ടി, ആൻഡ് ലാസ്റ്റ് വൺ റിവോക്കേഷൻ ബൈ നൊവേഷൻ. ഫസ്റ്റത്തെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നോട്ടീസ് കൊടുത്തിട്ട് റിവോക്ക് ചെയ്യുന്നതെന്നുള്ളത്. എ ഗ്യാരണ്ടി മേ ബി സ്പെസിഫിക് ഗ്യാരണ്ടി ഓർ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ഒരിക്കലും ഒരു സ്പെസിഫിക് ഗ്യാരണ്ടി റിവോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടി ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോമിസ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ കഴിയുന്നത് വരെ ദാറ്റ് ഗ്യാരണ്ടി എക്സിസ്റ്റ്. ഓക്കെ. നേരെ മറിച്ചിട്ട് എ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാരണ്ടി ഫോർ എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഒരു ട്രാൻസാക്ഷന് മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് by the surety at any time by giving notice to the creditor in respect of any future transaction. അപ്പോൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടീൻ്റെ കേസിലാണെങ്കിൽ ഷുവർട്ടീൻ്റെ ലയബിലിറ്റി എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി ഫ്യൂച്ചർ ട്രാൻസാക്ഷനൊന്നും ഞാൻ ലയബിൾ അല്ല, ഞാൻ ഗ്യാരണ്ടി തരുന്നില്ല എന്ന് പറഞ്ഞെങ്ങാണ്ട് ഒരു റിവോക്കേഷൻ നോട്ടീസ് ആർക്ക് കൊടുത്താൽ മതി? ക്രെഡിറ്റർക്ക് കൊടുത്താൽ മതി. അതോടുകൂടിയിട്ട് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി കംസ് ടു എൻ എൻഡ്. ഓക്കെ. Then second type of revocation by death of surety. അതായത് ഡെത്ത് ഓഫ് ഷുവർട്ടി റിവോക്സ് എ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആസ് റിഗാർഡ്സ് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ. നേരെ മറിച്ചിട്ട് അതായത് ഒരു ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ മാത്രമാണ് കേട്ടോ അവിടെ ശ്രദ്ധിക്കണം. അതായത് നിലവിലെന്തെങ്കിലും ഉള്ളതിന് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, അത് ലീഗൽ ഹയേഴ്സ് ചെയ്തിരിക്കണം. അവർ ഇഫ് പ്രിൻസിപ്പൽ ഡെറ്റർ മേക്സ് എനി ഡീഫോൾട്ട് ഇസ് ലീഗൽ ഹയേഴ്സ് ആർ ലയബിൾ. അപ്പം എപ്പോഴും അയാളുടെ പാസ്റ്റ് ട്രാൻസാക്ഷന് എസ്റ്റേറ്റ് ഇസ് ലയബിൾ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ വെദർ ദ ക്രെഡിറ്റർ ഹാസ് നോളജ് ഓഫ് ദ ഷുവർട്ടി ഓർ നോട്ട്. ബട്ട് ഇംഗ്ലീഷ് ലോയിൽ ഇത് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ദ ഡെത്ത് ഓഫ് ഷുവർട്ടി റിവോക്സ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഓൺലി വെൻ ഇറ്റ് കംസ് ടു ദി നോട്ടീസ് ഓഫ് ദി ക്രെഡിറ്റർ. ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് ഷുവർട്ടി മരിച്ചു എന്നുള്ളത് ക്രെഡിറ്റർ അറിയണമെന്നൊന്നുമില്ല. അപ്പം അത് അയാൾ എന്താ പറയുക, പാസ്റ്റ് ട്രാൻസാക്ഷൻസിന് ഹീസ് ലയബിൾ. അതായത് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിനൊന്നും പിന്നെ അയാൾ മരിച്ചു കഴിയുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ശേഷമുള്ളതിനൊന്നും ആരും ലയബിൾ അല്ല. എസ്റ്റേറ്റ് ഇസ് നോട്ട് ലയബിൾ എന്നാണ് പറയും. ആൻഡ് തേർഡ് വൺ, റിവോക്കേഷൻ ബൈ നൊവേഷൻ. നൊവേഷൻ നമുക്കറിയാം എന്താണ്? ഒറിജിനൽ കോൺട്രാക്റ്റ് പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് പുതിയ കോൺട്രാക്റ്റ് വരുന്നു. സോ എ ഷുവർട്ടി ഈസ് ഡിസ്ചാർജ്ഡ് വെൻ എ ന്യൂ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഓൾഡ് വൺ. സോ ദീസ് ആർ ദ 3 കേസസ് ഓഫ് റിവോക്കേഷൻ ഓഫ് ഗ്യാരണ്ടി. ഇനി നമ്മൾ നോക്കാൻ പോണത് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ദ കോണ്ടക്റ്റ് ഓഫ് ക്രെഡിറ്റർ. എങ്ങനെയാണ് ക്രെഡിറ്റർ ഇടപെട്ടിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, വേരിയേഷൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട്. അതായത് ഷുവർട്ടി ഈസ് ലയബിൾ ഫോർ വാട്ട് ഹി ഹാസ് അണ്ടർടേക്കൺ ഇൻ ദി കോൺട്രാക്ട്. നമ്മളതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണോ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം മാത്രമേ ഉള്ളൂ ഷുവർട്ടി ലയബിൾ ആവുള്ളൂ. He will be discharged from his entire liabilities if the terms of original contract between the debtor and creditor have been altered in any way without the consent of surety. അപ്പോൾ ഷുവർട്ടീൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ
എന്തെങ്കിലും ടേംസിൽ വേരിയേഷൻസ് വരുത്തുന്നു, ആര് തമ്മിൽ, ഡെറ്ററും ക്രെഡിറ്ററും തമ്മിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ആര് ലയബിൾ അല്ല, ഷുവർട്ടി ഇസ് നോട്ട് ലയബിൾ എന്നാണ് പറയുന്നത്. വിത്തൗട്ട് ഇസ് കൺസെൻ്റ് ആണ് അവിടെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. അതായത് ഷുവർട്ടീൻ്റെ അറിവോട് കൂടിയാണെങ്കിൽ ഹീസ് ലയബിൾ, അയാൾ അറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഹീസ് നോട്ട് ലയബിൾ. ദെൻ ബൈ റിലീസ് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ, അതായത് ക്രെഡിറ്റർ എന്ത് ചെയ്യുന്നു, പ്രിൻസിപ്പൽ ഡെറ്റർ റിലീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നെന്ന് പറയുന്നത്, ഷുവർട്ടി വിൽ ഓൾസോ ബി ഡിസ്ചാർജ്ഡ്. ഇഫ് ദർ ഈസ് എനി കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ ബൈ വിച്ച് ദ ഡെറ്റർ ഇസ് റിലീസ്ഡ് then the surety will also be discharged. മൂന്നാമതൊരു കേസ് പറയുന്നത് കോമ്പോസിഷൻ വിത്ത് ദ ഡെറ്റർ. ഇഫ് ദ ക്രെഡിറ്റർ without the consent of surety makes an arrangement with the debtor for composition or promise to give him time for not to sue him, the surety will be discharged unless the surety assents to such contract. അതായത് ഒരു കോംപ്രമൈസിലെത്തുന്നു, അതായത് ഒന്നുകിൽ ടൈം കുറച്ചും കൂടെ നീട്ടിക്കൊടുക്കുക, അഥവാ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലം കേസൊന്നും ഫയൽ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് ഒരു ചെറിയൊരു കോംപ്രമൈസിലെത്തുന്നുണ്ടെങ്കിൽ ആരുമായിട്ട്, ക്രെഡിറ്ററും ഡെറ്ററും തമ്മിൽ, അങ്ങനെ ഒരു ഇതിലെത്തിയിട്ടുണ്ടെങ്കിൽ ഷുവർട്ടി വിൽ ബി ഡിസ്ചാർജ് എന്നാണ് പറയുന്നത്. അൺലെസ് ദ ഷുവർട്ടി എസെൻസ് ടു സച്ച് കോൺട്രാക്ട്. അതായത് ഷുവർട്ടി കൊടുത്തിരിക്കുന്നത് ഈ ഡിസംബറിനുള്ളിൽ അയാൾ തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരാം എന്നുള്ളൊരു ഒരു ഗ്യാരണ്ടി ആയിരുന്നു. പക്ഷേ ഷുവർട്ടി അറിയാതെ ക്രെഡിറ്ററും ഡെറ്ററും തമ്മിൽ എന്താക്കുന്നു, അവിടെ ചെറിയൊരു മാറ്റം വരുത്തുന്നു, ഒരു കൊല്ലം കൂടെ നീട്ടിക്കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള കേസസ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയാവുന്ന സമയത്ത് ഷുവർട്ടി കൊടുത്ത ഗ്യാരണ്ടി ഡിസംബർ വരെയാണ്. അതോടുകൂടി ഷുവർട്ടീസ് ഗ്യാരണ്ടി ഇസ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ഡിസ്ചാർജ്. നെക്സ്റ്റ് വൺ, ക്രെഡിറ്റേഴ്സ് ആക്ട് ഓർ ഒമിഷൻ ഇംപയറിംഗ് ഷുവർട്ടീസ് റെമഡി. അതായത് ഇഫ് ദ ക്രെഡിറ്റർ ഡസ് എനി ആക്ട് വിച്ച് ഇസ് എഗെയിൻസ്റ്റ് ദ റൈറ്റ്സ് ഓഫ് ഷുവർട്ടി ഓർ ഒമിറ്റ്സ് ടു ഡു എനി ആക്ട് which is duty to surety requires him to do, the surety will be discharged എന്നാണ് പറയുന്നത്. അതായത് ഷുവർട്ടിക്ക് കുറേ റൈറ്റ്സ് പറഞ്ഞല്ലോ നമ്മൾ, അപ്പോൾ അതിനെതിരായിട്ട് എന്തെങ്കിലും കളി കളിക്കുകയാണ് ക്രെഡിറ്റർ, അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും എന്നാണ് പറയുന്നത്, അതോടുകൂടിയിട്ട് ഷുവർട്ടീസ് ലയബിലിറ്റീസ് ഡിസ്ചാർജ്. ഒരു എക്സാമ്പിൾ പറയുന്നത്, ബി കോൺട്രാക്ട് ടു ബിൽഡ് എ ഷിപ്പ് ഫോർ സീ for a given sum to be paid by installments as the work reaches certain stage. അപ്പോൾ ബിയും സിയും തമ്മിലുള്ളൊരു കരാറാണ് ഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. വർക്ക് ഒരു certain സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. എ ബിക്കംസ് ഷുവർട്ടി ടു സി ഫോർ ബീസ് ഡ്യൂ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. അപ്പം എ ആണ് ഇവരുടെ ഷുവർട്ടി. ഓക്കെ, അപ്പോൾ സി വിത്തൗട്ട് ദ നോളജ് ഓഫ് എ പ്രീപേസ് ടു ബി ദ ലാസ്റ്റ് ടു ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഷിപ്പിൻ്റെ കോൺട്രാക്ട് പ്രൈസ്. പക്ഷേ നമ്മളെ ഷുവർട്ടി അറിയാതെ 2 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു. ആര്? എ. ഓക്കെ, അപ്പോൾ സി ആണ് കൊടുക്കുന്ന ആൾ. അപ്പോൾ എ ഇസ് ഡിസ്ചാർജ് ബൈ ദ പ്രീപേയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക, ഷുവർട്ടി അറിയാതെയോ അല്ലെങ്കിൽ അയാളുടെ റൈറ്റിനെതിരായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഷുവർട്ടീൻ്റെ റൈറ്റിനൊക്കെ എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവർട്ടി ഇസ് ഡിസ്ചാർജ് ഫ്രം ലയബിലിറ്റി എന്ന് പറയുന്നത്. ലാസ്റ്റ്, ലോസ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് ഇഫ് ദ ക്രെഡിറ്റർ ലോസസ് ഓർ പാർട്സ് വിത്ത് ദ സെക്യൂരിറ്റീസ് ബിലോങ്ങിങ് ടു ദ ഡെറ്റർ വിതൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ ഷുവർട്ടി, then the surety will be discharged to the extent of value of security. അതായത് ഇപ്പം എ ബിക്ക് കടം കൊടുത്തിരിക്കുന്നത് കുറച്ച് ഗോൾഡിൻ്റെ ഈടിന്മേലാണെങ്കിൽ ഈ ഗോൾഡ് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി ക്രെഡിറ്റർ അടുത്തുനിന്ന്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, എത്ര വാല്യൂവിൻ്റെ ഗോൾഡാണോ നഷ്ടപ്പെട്ടത് അത്രയും എമൗണ്ട് ഇപ്പം ഡെറ്റർ ഡീഫോൾട്ട് വരുത്തിയാലാണല്ലോ ഷുവർട്ടീൻ്റെ ലയബിലിറ്റി വരുന്നത്. അപ്പോൾ ഡെറ്റർ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഷുവർട്ടി എന്താക്കേണ്ട ആവശ്യമില്ല, പേയ്മെൻറ്റ് നടത്തണ്ട. ഇപ്പം 1 lakh വാങ്ങിയിട്ട് 40,000 ഗോൾഡ് എവിടെയോ പോയി കാണുന്നില്ലെങ്കിൽ ആ 40,000 വർത്ത് ഓഫ് അത്രയും എമൗണ്ട് ആര് കൊടുക്കേണ്ട ആവശ്യമില്ല, ഷുവർട്ടി കൊടുക്കേണ്ട, ബാക്കി കൊടുത്താൽ മതി. ഓക്കെ, അതാണ് ലോസ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് കേസ്,
ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ഇൻവാലിഡേഷൻ ഓഫ് കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ എന്താ ഇൻവാലിഡേഷൻ നോക്കാം. അതിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇൻവാലിഡായി പോവുക കോൺട്രാക്റ്റ്, അതോട് കൂടിയിട്ട് ഷുവർട്ടിയും ഡിസ്ചാർജ് ആവും. ഫസ്റ്റ് വൺ, ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ബൈ മിസ്റെപ്രസെൻറ്റേഷൻ. അതായത് ഇഫ് ഷുവർട്ടീസ് കൺസെൻറ്റ് ടു ഗ്യാരണ്ടി ഇസ് ഒബ്റ്റെയിൻ ബൈ ദി ക്രെഡിറ്റർ ബൈ ഹിസ് റെപ്രസെൻറ്റേഷൻ then the contract becomes invalid and surety gets discharged. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്. എ എൻഗേജസ് ബി ആസ് എ ക്ലർക്ക് ടു കളക്ട് മണി ഫ്രം ഹിം. ബി ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ സം ഓഫ് ഹിസ് റെസീപ്റ്റ്സ് ആൻഡ് എ ഇൻ കോൺസിക്വൻസ് കോൾസ് അപ്പോൺ ഹിം ടു ഫർണിഷ് സെക്യൂരിറ്റി ഫോർ ഹിസ് ഡ്യൂലി അക്കൗണ്ടിങ്. അപ്പോൾ സി ഗിവ്സ് ഹിസ് ഗ്യാരണ്ടി ഫോർ ബീസ് ഡ്യൂലി അക്കൗണ്ടിങ്. അതായത് കൃത്യമായിട്ട് ഇത് എല്ലാം സൂക്ഷിച്ച് വെക്കും, അങ്ങനെയുള്ളൊരു ഗ്യാരണ്ടിയാണ് സി കൊടുത്തിട്ടുള്ളത്. ബട്ട് എ ഡസ് നോട്ട് ഡിസ്ക്ലോസ് ടു സി ദ പ്രീവിയസ് കോൺടാക്റ്റ് ഓഫ് ബി. അങ്ങനെ ബി സബ്സിക്വൻ്റ്ലി മേക്സ് ഡീഫോൾട്ട്. അപ്പോൾ ഈ സി കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടി അതോടുകൂടി എന്താവും എന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഇൻവാലിഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്. അതായത് എല്ലാം ഇപ്പോൾ ഗ്യാരണ്ടി കൊടുക്കുന്ന ആൾ ഷുവർട്ടീൻ്റെ അടുത്ത് എല്ലാം തുറന്നു പറയണം. അവിടെ എന്തുണ്ടാവാൻ പാടില്ല, ഒരു തെറ്റായ മിസ്റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ, ഫോൾസ് റെപ്രസെൻറ്റേഷൻ. അപ്പം അങ്ങനെ വഴിയൊക്കെ ഒരു ഗ്യാരണ്ടി കിട്ടിയതാണ്, എല്ലാം മറച്ച് വെച്ചിട്ടാണ് ഒരു ഗ്യാരണ്ടി ഷുവർട്ടീൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതെങ്കിൽ ആ ഒരു ഗ്യാരണ്ടി എന്തായിത്തീരും, ഇൻവാലിഡ് ആവും. ഓക്കെ, ദെൻ ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ബൈ കൺസീൽമെൻറ്റ്. The surety is discharged if the guarantee is obtained by the creditor by means of keeping silence as to material fact as the contract becomes invalid. അതായത് മെറ്റീരിയൽ ഫാക്ട്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് കൺസീൽ ചെയ്തും കൊണ്ടാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയതെങ്കിൽ ആ കോൺട്രാക്റ്റും എന്താവുന്ന പറയുന്നത്, ഇൻവാലിഡ് ആവും. ഇവിടെ പറയുന്നത് എ ഗ്യാരണ്ടീസ് ടു സി റിഗാർഡിംഗ് പേയ്മെൻറ്റ് ഫോർ അയൺ ടു ബി സപ്ലൈഡ് ബൈ സി ടു ബി ടു ദ ലിമിറ്റ് ഓഫ് 2000 tons. ബി ആൻഡ് സി ഹാവ് പ്രൈവറ്റ്ലി എഗ്രീഡ്. അതായത് എ ഷുവർട്ടി അറിയാതെ ബിയും സിയും കൂടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. എന്ത് പറഞ്ഞും കൊണ്ട് ഈ ഷുഡ് പേ 500 rupees per ton ബിയോണ്ട് ദ മാർക്കറ്റ് പ്രൈസ്. ശരിക്കും അവിടെ 2000 ton അയൺ സപ്ലൈ ചെയ്യാന്നുള്ളൊരു കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട്. ആ കോൺട്രാക്റ്റിൽ ആര് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, എ. പക്ഷേ എ അറിയാതെ ബിയും സിയും തമ്മിൽ ഒരു പ്രൈവറ്റ് ഇതുണ്ടാക്കുകയാണ്, മാർക്കറ്റ് പ്രൈസിനേക്കാട്ടും 500 രൂപ അധികം ഓരോ ടണ്ണിനും തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുത്തെ ഈ അഗ്രിമെൻറ്റ് ഇസ് കൺസീൽഡ് ഫ്രം എ. അപ്പോൾ എ ഇസ് നോട്ട് ലയബിൾ ആസ് ഷുവർട്ടി ആൻഡ് ഹീ ഈസ് ഡിസ്ചാർജ് ഫ്രം ദ ഷുവർട്ടിഷിപ്പ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും കൺസീൽ ചെയ്യരുത്. ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ബൈ കൺസീൽമെൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻവാലിഡ് ഗ്യാരണ്ടി. ഓക്കെ, ആൻഡ് ദെയർഫോർ ഷുവർട്ടി ഗെറ്റ്സ് ഡിസ്ചാർജ്. നെക്സ്റ്റ് വൺ, ഫെയിലിയർ ഓഫ് കൺസിഡറേഷൻ. ഷുവർട്ടി വിൽ ബി ഡിസ്ചാർജ് ഓൺ എ സബ്സ്റ്റാൻഷ്യൽ ഫെയിലിയർ ഓഫ് കൺസിഡറേഷൻ. അതായത് കൺസിഡറേഷൻ ഇല്ലാണ്ട് ഒരാൾ എന്തെങ്കിലും ഒരു ഇതില്ലാണ്ട് കോൺട്രാക്റ്റിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കൺസിഡറേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ദാറ്റ് ഷുവർട്ടീസ് ലയബിലിറ്റി ഈസ് ഡിസ്ചാർജ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് 2 points, ലാക്ക് ഓഫ് എനി എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് കോൺട്രാക്ട്. അതായത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആണെങ്കിലും അതിന് എല്ലാ എസെൻഷ്യൽ എലമെൻറ്റ്സും വേണമെന്ന് പഠിച്ചു. അങ്ങനെ ഇഫ് എനി ഓഫ് ദ എലമെൻറ്റ് ഇസ് നോട്ട് പ്രസൻറ്റ്, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഇസ് വോയിഡ് ആൻഡ് ഷുവർട്ടി ഇസ് ഡിസ്ചാർജ് എന്നാണ് പറയുന്നത്. Last point, condition regarding joining of co-surety. Where a contract of guarantee is entered into on condition that the creditor shall not act upon it until another has joined as co-surety, the contract is void if the other party fails to join. അതായത് ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് എങ്ങനെയാണെന്നറിയോ, ക്രെഡിറ്റർ ഷാൾ നോട്ട്, അയാൾ എന്താക്കില്ല, ഒരു ഞാനിപ്പോൾ ഒരു ഷുവർട്ടിയായി നിൽക്കുന്നുണ്ട്, ഞാൻ മാത്രം പോരാ ഗ്യാരണ്ടി ആയിട്ട്, വേറൊരാളും കൂടെ വേണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ വേറൊരാൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താക്കില്ല, ക്രെഡിറ്റർ അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യില്ല. അറ്റ് ദ സെയിം ടൈം ഷുവർട്ടീസ് ലയബിലിറ്റി
ഇസ് ഡിസ്ചാർജ്. അവരൊരു ലയബിലിറ്റി വരില്ല. കാരണം ഇവിടെയുള്ള കണ്ടീഷൻ എങ്ങനെയായിരുന്നു, ഒരു കോ ഷുവർട്ടിങ് കൂടെ ഉണ്ടെങ്കിൽ മാത്രം പെർഫോം ചെയ്യുള്ളൂ എന്നുള്ളതായിരുന്നു. ഓക്കെ, സോ ദീസ് ആർ ദ കേസസ് വെയർ ഷുവർട്ടീസ് ലയബിലിറ്റി ഇസ് ഡിസ്ചാർജ്ഡ്.